വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുവൈത്തിൻ്റെ ഒരു ചോറാണ്. മുത്തബക്ക് സമക്ക് എന്നാണ് അതിൻ്റെ പേര്. അതിൽ കുറച്ച് മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. അതിൽ ചേർക്കുന്ന സാധനം മസാല എന്ന് പറഞ്ഞാൽ അതിൽ മദ്രാസ് കറി പൗഡറാണ് ചേർക്കുന്നത് സാധാരണ. പക്ഷെ അതിൽ മാറ്റം വരുത്തിയത് ഞാൻ മീൻ മസാലയാണ്. മദ്രാസ് കറി മോശമെന്നല്ല പറഞ്ഞത്, നല്ല മസാല തന്നെയാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ മീൻ മസാല വെച്ചിട്ടാണ്, മീനാണല്ലോ, അപ്പം മീൻ മസാല എന്നല്ല വേണ്ടത്. അപ്പം മദ്രാസ് കറി പൗഡർ എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കും ചിക്കനും മീനും ഒക്കെ ചേർക്കാൻ പറ്റിയൊരു മസാലയാണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് എൻ്റെ സ്വന്തമായി ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം റെസിപ്പിയായ മീൻ മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടു നോക്ക്. റെസിപ്പിയിലേക്ക് ഇറക്കാം, കിച്ചണിലേക്ക് പോകാം. അപ്പം ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ വലിയ മീനാണ് എടുത്തത്. ഇത് വലിയ മീൻ വെച്ചാണ് ചെയ്യാൻ പറ്റുക. വലിയൊരു മീനാണ്. അപ്പോൾ അതിൻ്റെ പൊടിയുന്ന മീനായിരിക്കണം. പൊടിയുന്ന മീനാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക, കറുത്ത ഏലക്ക, ബേ ലീവ്സ്, പട്ടയില, 10 കുരുമുളക്. പട്ട, ഗ്രാമ്പ്, ഏലക്കല മൂന്ന് പീസാണ് എടുത്തത്. അത്രയേ ആവശ്യമുള്ളൂ. ദിൽ ലീവ്സ്, ചതക്കുപ്പ 30 ഗ്രാമാണ്. ഇത് 20 ഗ്രാമാണ്. ഇത് ചോറിലേക്ക് ഇടാനുള്ളതാണ്. ഇത് മസാലയിലേക്ക് ഇടാനുള്ളതാണ്. അതേപോലെ ഇത് ഇഞ്ചി വെളുത്തുള്ളി 30 ഗ്രാമാണ്. പെരുംജീരകം ചോറിലിടാനുള്ളതാണ്. 1 ടീസ്പൂണാണ്. പിന്നെ 1.5 ടീസ്പൂൺ ഡ്രൈ ലെമൺ വേണം. അപ്പോൾ ഡ്രൈ ലെമൺ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിലുള്ള അത് പൊട്ടിച്ചിട്ട് ഉള്ളിലുള്ളത് പറിച്ചെടുത്തിട്ട് കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. 1.5 ടീസ്പൂണ്. ഉള്ളി 250 ഗ്രാമാണ് ഇത്. പിന്നെ ഇത് 200 ഗ്രാമാണ്. അപ്പോൾ ഇത് ചോറിനുള്ളതാണ്. ഇത് മസാലക്കുള്ളതാണ്. പച്ചമുളക് കട്ടിയിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ മലയാള സ്റ്റൈലാണ്. ഇത് കുവൈത്തിൻ്റെ ഒറിജിനൽ സ്റ്റൈലാണ്. ഇത് പച്ചമുളക് വെള്ളത്തിലിടാനുള്ളതാണ്. അതുപോലെ മീൻ മസാല ഞാൻ ഉണ്ടാക്കിയ മീൻ മസാല തന്നെയാണ്. 1 ടേബിൾ സ്പൂണ് ചോറിലേക്ക് വേണം, വെള്ളത്തിലേക്ക്. അതേപോലെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ ഇടണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. അതേപോലെ വിനീഗർ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ടീസ്പൂണാണ്. ഇത് സ്ട്രോങ് കൂടുതലായതുകൊണ്ട് 1 ടീസ്പൂൺ മതി. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രോങ് കുറച്ചുള്ളതാകുന്ന നേരം 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക. മസാലയിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ഈ വിനീഗറിനകത്ത് ഉപ്പുണ്ടാവും. ഏലക്കപ്പൊടി മസാലക്കുള്ളതാണ്. 1 ടീസ്പൂണാണ് വേണ്ടത്. ഈ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ, പൊടിച്ച മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് ബദൽ ഇത് ഉപയോഗിച്ചാൽ മതി. ഷിപ്പ് കമ്പനിയാണ് ഇത്. അപ്പോൾ നോക്കി മേടിക്കുക. നല്ല മദ്രാസ് കറി പൗഡർ, ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന മദ്രാസ് കറി പൗഡറാണ്. നല്ല മസാലയാണ്. പിന്നെ വേണ്ട നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് മസാലക്ക് വേണം. അതേപോലെ ചോറിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചോറ് എത്ര വകഞ്ച് അതിന് ആവശ്യത്തിന് കണക്കായിട്ട് ഒഴിക്കുക. ഇത് കഴിഞ്ഞു. അടുത്തത് മീനാണ്. മീൻ കട്ട് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. അപ്പോൾ മീൻ കട്ട് ചെയ്യുന്നത് പുറഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. ബാല് പുറന്തള്ളിക്കൊണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് തുണിയൊക്കെ പൊക്കിയതാണ്. ഇത് ഇവിടുത്തെ വളർത്ത് മീനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആവോലി അതേപോലെയുള്ള മീനുകളൊക്കെ വെച്ച് ചെയ്യാം. കറുത്താവോലി, വെള്ളാവോലി അതൊക്കെ വെച്ച് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉപ്പ് നമ്മൾ ആദ്യം ഇടുവാണ്, പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പ് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മീനിൻ്റെ വലിപ്പം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉപ്പിടാം. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുടലൊക്കെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ മതി. കഴുകുന്ന സമയത്ത് മേലെ ഉപ്പിട്ട് വെക്കുക. മീൻ അത് പെട്ടെന്ന് ഉപ്പ് പിടിക്കുക. ഇറച്ചി പോലെയല്ല. ഇറച്ചിൻ്റെ അത് പിടിക്കണമെങ്കിൽ 1 മണിക്കൂറൊക്കെ കഴിയും. അപ്പോൾ ഇതുപോലെ ഉപ്പിട്ട് വെച്ചിട്ട് ഒന്ന് തടയി കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകുന്ന സമയത്ത് ഈ കുടലൊക്കെ എടുത്ത് മാറ്റുക. മുട്ടൻ്റെ അവിടെ തന്നെ നിന്നോട്ട് കുഴപ്പമില്ല. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. 20 മിനിറ്റ് വെച്ചിട്ട് കഴുകുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. മസാലയിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഉള്ളി ഇതിലിട്ട് ഇട്ട് കൊടുക്കണം. ഉള്ളിക്ക് എണ്ണയൊന്നും ആവശ്യമില്ല. ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെയാണ് ഒഴിക്കുക. ആദ്യം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് പരത്തി വെച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരൊന്ന് വിരിഞ്ഞ് വരും. അതേപോലെ ഒന്ന് മൂടി വെക്കുക. ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കണം. 20-10 മിനിറ്റ് നോക്കുക. 20 മിനിറ്റാണ് ഇതിൻ്റെ കണക്ക്. ചെറിയ തീരി 20 മിനിറ്റാണ് കണക്ക്. അപ്പോൾ പിന്നീട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നാട്ടിലെ ഉള്ളിയാണെങ്കിൽ നല്ലോണം ചുവപ്പ് കളറുണ്ടാവും. ഇത് വെള്ള ഉള്ളി ആയതുകൊണ്ടാണ്. ഇവിടെ ചുവപ്പ് ഉള്ളി കിട്ടൂല. ഇത് ഇനി ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ആവശ്യമുള്ള ഒഴിച്ചാൽ ആവശ്യമില്ലാത്തത് ഒഴിക്കണ്ട. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. പിന്നെ ദിൽ ലീവ്സാണ്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിയാണ്. പിന്നെ വേണ്ടത് ഡ്രൈ പൗഡറാണ്.
പിന്നെ വേണ്ട മീൻ മസാലയാണ്. മീൻ മസാല ഇല്ലെങ്കിൽ മദ്രാസ് കറി ഉപയോഗിക്കാം. ഇപ്പോൾ വലിയൊരു മീനായതുകൊണ്ടാണ് ഇത്ര എടുത്തത്. അപ്പോൾ ചെറിയ മീനാണെങ്കിൽ അതിനാണ് കാര്യം 1,200 ഈ മീൻ. 1,200 കാര്യമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ വേണ്ടത് വിനീഗറാണ്. അപ്പോൾ മസാല ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി മീനിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് ഇട്ടാൽ മതി. കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞിടാം. പക്ഷേ എൻ്റെ ഒറിജിനൽ റെസിപ്പിയാണിത്. അപ്പോൾ മീൻ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് ഓൾറെഡി ഇതിൽ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ള മസാലയാണ്. ആ മസാല എന്ത് ചെയ്യണം വെച്ചാൽ, ഇത് മഞ്ഞ കളർ വേണ്ടിയിട്ട് കുറച്ചുകൂടി കളർ വേണ്ടിയിട്ട് മഞ്ഞ പൊടി ഇട്ടാൽ മതി. ഇവിടെ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല, കാരണം വെച്ചാൽ ഈ മസാല എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൈ കൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കണം. ഇത് കുറച്ച് മാറ്റി വെക്കുക. കുറച്ച് ശേഷം മടക്കിന് ശേഷം എന്താ ചെയ്യുക വെച്ചാൽ ഇതൊന്ന് ഇതിൻ്റെ മുകളൊക്കെ ഒന്ന് വരട്ടി കൊടുക്കുക. ബാക്കി മസാല ഇതിനുള്ളിൽ തന്നെ ഇടട്ടെ. അപ്പോൾ ഇതേപോലത്തെ ഒരു നൂലെടുക്കുക. ഇതിന് ആവശ്യമുള്ളത് ഡബിളാക്കണം. അപ്പോൾ ഞാനിവിടെ ഡബിളാക്കിയിട്ടുണ്ട്. നൂല് ഡബിളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഇവിടെ ഒരു കെട്ടിടണം. ഇവിടെ കെട്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കെട്ടാൻ സുഖമാണ്. കാരണം വെച്ചാൽ കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്തായി. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. അപ്പോൾ മൈദ ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ മീൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈ മൈദയിലൊന്ന് കവർ ചെയ്യണം. ഇത് കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കും. ഇനി 1 മണിക്കൂറായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളമാണ് വേണ്ടത്. പക്ഷേ 2 പാട്ട വെച്ചിട്ടുണ്ട് ഞാൻ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് എന്ത് ചെയ്യണം, 20 മിനിറ്റ് ഇതൊന്ന് തിളക്കണം. അപ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക, കറുത്ത ഏലക്ക, ഗ്രാമ്പൂ, പച്ച ഏലക്ക ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് മസാലയാണ്. അപ്പം ഈ മസാല ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അപ്പം ഈ മസാല കിട്ടാത്ത എന്ത് ചെയ്യാന്ന് വെച്ചാൽ മദ്രാസ് കറി പൗഡർ ഉപയോഗിച്ചാൽ മതി, ഷിപ്പ് കമ്പനി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വിടാം. അപ്പം ഇതൊന്ന് മൂടി വെക്കുക. 20 മിനിറ്റ് തിളപ്പിക്കുക. അത് ഇതേപോലെ നീളത്തിലുള്ളൊരു പാത്രം വെക്കണം. എന്നിട്ട് ഇത് എണ്ണ ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള. അധികം എണ്ണ വേണ്ട, ചെറിയ ചൂടേ പറ്റൂ, വലിയ ചൂട് പറ്റില്ല. ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം. ഇതിങ്ങനെ അധികം വേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചോറിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നതാണ്. അപ്പോൾ സ്റ്റീമിൽ വെന്തോളൂ. അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറച്ചു കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ചെമ്പ് വെച്ചിട്ടുണ്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മീൻ പൊരിച്ച എണ്ണ തന്നെയാണ് ഇവിടെ എടുത്തത്. പെരിഞ്ചീരകം ആദ്യം ഇടുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ചതിൻ്റെ ഉള്ളിൻ്റെ പകുതിയാണ് ഇടുന്നത്. അപ്പോൾ ഇനി അരി ഇടാൻ പോവാണ്. അപ്പോൾ ഉള്ളി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാട്ടയാണ്. 20 മിനിറ്റാണ് പുറത്തി വെച്ചത്. അപ്പോൾ ഇനി ശബത്താണ് നെല്ലിട്ട് ചതക്കുമ്പ. ഇവിടെ പച്ച വന്നിരിക്കുന്ന വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കണം. മസാലയോട് കൂടിയിട്ട് അപ്പോൾ വെള്ളം പോരാത്തിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 പാട്ട വെള്ളം ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ചോറും വെള്ളവും ഒരേപോലെ ആകുന്ന സമയത്ത് മീൻ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ചോറിന് ഒരു സോസ് വേണം. തക്കാളി സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തക്കാളി നന്നായി കഴുകിയെടുത്താണ് വിനീഗറൊക്കെ ഒഴിച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്താണ്. ഇത് ഇങ്ങനെ 4 പീസാക്കിയിട്ട് തോലിക്ക് പിന്നെ എടുത്ത് കഴിഞ്ഞാൽ മതി. ഇത് ചൂടാകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി പുറത്ത് വരും.
ഇതൊന്ന് ഇനി വെളുത്തുള്ളി ഉണ്ട്, 2 അല്ലി വെളുത്തുള്ളി ഉണ്ട്, 4 പച്ചമുളകുണ്ട്, ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്, 1 ടീസ്പൂൺ ഓയിലും വേണം. അപ്പോൾ ഇതൊന്ന് ആദ്യം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് തിളപ്പിച്ചെടുത്താണ്. തിളപ്പിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ തോല് ഒഴിവാക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തോലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ വെള്ളം മാറ്റിയാണ്. അപ്പോൾ തോലെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി ചതക്കിയതാണ്, അതേപോലെ പച്ചമുളക്, ടൊമാറ്റോ പേസ്റ്റ് ഇവിടെ 1/2 ടേബിൾ സ്പൂണാണ് ഇട്ടത്, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് ജ്യൂസ് മെഷീനിൽ അടിച്ചെടുക്കണം. അപ്പോൾ ജ്യൂസ് മെഷീനിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി, അധികം അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം, അത്രയേ പണിയുള്ളൂ. ഇതാണ് സോസ്. ചോറ് വെള്ളം ഒരേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ മീൻ വെക്കണം. ഇനി നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പം അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് മേലെ കനം കയറ്റി വെച്ചാൽ മതി. വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. മുത്തപ്പക്ക് സമക്ക് മീനെ നൂലൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂല് ബാക്കിയുണ്ടെങ്കിൽ വലിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് ഈ മീനിട്ടതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ ഒന്ന് തടയി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.